നമ്മുടെ കാര്യപരിപാടി ആരംഭിക്കുകയാണ്. അതിന് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ലക്ഷ്മി കരിമോനെയും ഗായത്രിയും മോഹനേശ്വരി എല്ലാവർക്കും വിനീതമായ നമസ്കാരം. SP ആർട്ട് ഗാലറി 25ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് SP ആർട്ട് ഗാലറിയുടെ സംഭാവനയായിട്ട് വെബ്സൈറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ശുഭമുഹൂർത്തത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. 2006 മുതലാണ് SP ആർട്ട് ഗാലറിയുമായി ഞാൻ ബന്ധപ്പെടുന്നത്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഗാലറിയുടെ പ്രവർത്തനങ്ങളുമായി ചേർന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഒരുപാട് പ്രോജക്റ്റുകൾ മുന്നോട്ട് വെച്ച് സമൂഹത്തിനും സാംസ്കാരികപരമായിട്ടും കലാപരമായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ 8 വർഷക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും വെബ്സൈറ്റ് രൂപീകരണവും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. ഈ വെബ്സൈറ്റിലൂടെ SP ആർട്ട് ഗാലറിയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, സമൂഹത്തിലേക്ക് കൂടുതൽ ഈ പ്രവർത്തനങ്ങൾ അറിയിക്കുക, ലോകത്ത് തന്നെ ഈ ഒരു SP ആർട്ട് ഗാലറിയുടെ പ്രവർത്തനം ലോകം മുൻപാടും അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വെബ്സൈറ്റിൽ ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോ സ്വാഗതം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് എനിക്കുള്ളത്. ഞാൻ അതിലേക്ക് കടക്കുന്നു. അതുമായി SP ആർട്ട് ഗാലറിയുടെ രക്ഷാധികാരിയായി ഇരുന്നുകൊണ്ട് ഗാലറിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഗാലറിയുടെ എല്ലാ പ്രവർത്തകരെയും
നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന ശ്രീ AS സലിമോൻ, റിട്ടയർഡ് KSCB AE ആണ്. അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ ഗ്യാലറിയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്കിവിടെ എത്തിച്ചേരാന്ന് പറഞ്ഞത് ശ്രീ ആർട്ടിസ്റ്റ് ശ്രീ CC അശോകൻ സാറാണ്. അദ്ദേഹത്തിന് ആരോഗ്യനില അല്പം മോശമായതിനാൽ ആരോഗ്യ സംബന്ധമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ല. ആ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ 34-ാം വാർഡ് മെമ്പർ മുനിസിപ്പൽ കൗൺസിലറായ ശ്രീ സൂസൻ കുഞ്ഞുമോൻ അവരോടാണ്. മാഡം വർഷങ്ങളായിട്ട് ജാഗ്രതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗാലറിയിൽ നടന്നിരുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന് അതിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾക്ക് ഒരു സഹചാരിയായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് മുൻകാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഇന്ന് ഈ നിമിഷം വരെയും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന മാഡത്തിന് ശ്രീ സൂസൻ കുഞ്ഞുമോൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഗാലറിയുടെ ഡയറക്ടറും സ്ഥാപകനുമായ ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനുമായ ശ്രീ സത്യൻ ശിവശക്തിയാണ്. സാറ് കഴിഞ്ഞ 36 വർഷങ്ങളായി സ്വതന്ത്രമായ പഠനങ്ങളിലൂടെ കലയെ കൂടുതൽ അറിയുകയും കലാപരമായും സാംസ്കാരികപരമായും കൂടുതൽ അറിവുകൾ സമ്പാദിക്കുകയും അത് കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലും തന്നെ അത് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ദാസന്മാരായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഞാനൊക്കെ വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. ഇനിയും നിമിഷം ഈ ഒരു വേദിയിൽ പോലും അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കാനും ഇങ്ങനെയൊരു വേദി ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത് പോലും അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണെന്നാണ് എൻ്റെ കുറച്ച് വിശ്വാസം. ആ ഒരു ഗുരുനാഥനായ ശ്രീ സത്യൻ ശിവശക്തിയെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് എത്തിച്ചേർന്നിരിക്കുന്നത് കേരള നേറ്റീവ് ബോർഡ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ചെമ്പക്കര ടീമിന്റെ ക്യാപ്റ്റനുമായ ശ്രീ ബോബൻ ചെമ്പക്കരയാണ്. അദ്ദേഹം നല്ലൊരു നേറ്റീവ് ബോൾ പ്ലെയറാണ്, നല്ലൊരു നാടൻ പന്തുകളിക്കാരനാണ്. ഗാലറിയുമായിട്ട് അദ്ദേഹം അടുത്തിടെ കുറേ കാര്യങ്ങൾ ഗാലറിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഗാലറിയുടെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നല്ലൊരു സഹകരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ബോബൻ ചെമ്പക്കരയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ശ്രീ KP ജയമോൻ, ഗാലറിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറും ആയിമനം 1-ാം വാർഡ് പഞ്ചായത്തിന്റെ മെമ്പറുമാണ്. വർഷങ്ങളായിട്ട് ഗാലറിയുടെ പ്രവർത്തനം മുതലേ ഗാലറിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ഓരോ പ്രോജക്റ്റുകൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും അത് രാഷ്ട്രീയപരമായും സാമൂഹികപരമായിട്ടും ഒക്കെ അത് മുന്നോട്ട് വയ്ക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാലറിയുടെ നല്ലൊരു മെമ്പറാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ ഒരു നിമിഷം നമ്മുടെ ഈ കേരള നേറ്റീവ് ബോൾ അസോസിയേഷൻ പാറമ്പുഴ നേറ്റീവ് ബോൾ യൂണിറ്റിനും സംയുക്തമായ പാറമ്പുഴ ഈ വർഷം നടത്തിയ നേറ്റീവ് ബോൾ ടൂർണമെന്റിൽ സന്ദേശത്തായ ചെമ്പക്കര നേറ്റീവ് ബോൾ ടീം അംഗങ്ങൾക്ക് ടൂർണമെന്റ് എല്ലാം നല്ല കളിക്കാരെയും തെരഞ്ഞെടുത്ത പാറമ്പുഴ ടീം ക്യാപ്റ്റൻ കൂടിയായ ശ്രീ റെയ്സിനും വിദ്യാർത്ഥികളുടെ പാരിതോഷികം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനായ ശ്രീ ദിനേഷ് കുമാർ സാറ്, അദ്ദേഹം റിട്ടയർഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റാണ്, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് കടന്നിരിക്കുന്നത് നിന്നിവിടെ ഈശ്വര പ്രാർത്ഥന നടത്തിയ കുമാരി ലക്ഷ്മി സലിമോനും കുമാരി ഗായത്രി മോഹനും ഈ ഇതിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. പിന്നെ സദസ്സിലിരിക്കുന്ന എല്ലാ നല്ലവരായവർക്കും ഈ
ഇതിലേക്ക് ഞാൻ സ്വാഗതം പറയുന്നു. പിന്നെ നമ്മളെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സൗണ്ട് വെബ്സൈറ്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നെറ്റുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ടെക്നോളജിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ശ്രീ ശ്രീജേഷ് അദ്ദേഹം കൂടിയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രഭാഷണം നടത്തുന്നതിനായി ഞാനൊരു സ്വാഗതം അധ്യക്ഷവേദിക്കും സദസ്സിനും നമസ്കാരം. വളരെ വർഷങ്ങളായി SP ആർട്ട് ഗാലറി, അതായത് 1990 ഫെബ്രുവരി 1, 2 തീയതികളിലായിട്ടായിരുന്നു ഗാലറിയുടെ ഉദ്ഘാടനം നടന്നത്. ഗാലറി പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുൻപും അതിനുശേഷവും മൂല്യ കലകളുടെ വക്താക്കൾ ആയിട്ട് മാത്രമാണ് ഞങ്ങളെയൊക്കെ അറിയപ്പെടുന്നത്. എന്ന് പറയുമ്പോൾ കല സൃഷ്ടിക്കപ്പെടേണ്ടതാണെന്നും അനുകരണം കലയല്ലെന്നും ശക്തമായി വാദിക്കുക മാത്രമല്ല, ലോകത്ത് ഏത് വേദിയിലും ശാസ്ത്രീയമായും യുക്തിഭദ്രമായും മനഃശാസ്ത്രപരമായും ആധ്യാത്മികമായും തെളിയിക്കുവാൻ കെൽപ്പുള്ളവർ കൂടിയാണ് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഏതാണ്ട് കേരളത്തിൽ 90% പേരും അനുകരണങ്ങളുടെ വക്താക്കൾ. ഏറ്റവും നമുക്ക് പ്രശസ്തരെന്ന് നമ്മൾ പറയപ്പെടുന്നത് ആൾക്കാർ പോലും അങ്ങനെയുള്ളവരാണ്. എന്നാൽ ആരെല്ലാം ആ വഴിക്ക് പോയാലും ഞങ്ങളുടെ എല്ലാം പ്രവർത്തനം ശരിക്കും ആ പ്രകൃതിയിൽ സത്തായിരിക്കുന്ന കലയെ ധ്യാനത്തിലൂടെ കണ്ടെത്തി ബാഹ്യമായി ആവിഷ്കരിക്കുകയും അതുവഴി പ്രകൃതി ഉദ്ദേശിക്കുന്ന ആ ഫലത്തെ പ്രകൃതിയിലെ എല്ലാ ജീവികളിലും എത്തിക്കുക എന്നൊരു വളരെ സൂക്ഷ്മവും സത്യസന്ധവും ഉദ്ദേശശുദ്ധിയോടും കൂടിയുള്ള പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നിപ്പോൾ സാംസ്കാരിക വകുപ്പുമായിട്ടൊക്കെ ഞങ്ങൾ വളരെ വർഷങ്ങളായി ബന്ധപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സംസ്കാരം 2 വിധത്തിലുണ്ട്, നീചവും ശുദ്ധവുമുണ്ട്. അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ സാംസ്കാരിക വകുപ്പൊക്കെ ഏതിന്റെ ഭാഗത്ത് നിൽക്കുന്നുവോ എന്ന് അത് വ്യക്തിപരമായി ഓരോരുത്തരും വിലയിരുത്തുക. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിലയുണ്ട്. 2002 മുതൽ ഇത്രയും വർഷങ്ങളായിട്ടും ഇതിന്റെ എല്ലാം രേഖകൾ ഞങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി വെബ്സൈറ്റിലൂടെ തന്നെ ഒറിജിനൽ, അതിന് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ഒറിജിനൽ തന്നെ ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാനുള്ള ശ്രമം കൂടിയാണ്. മറ്റൊന്ന്, ഗവൺമെന്റിന്റെ യാതൊരുവിധ സഹായങ്ങൾ ഇല്ലാതെയാണ് ഗാലറി പ്രവർത്തിച്ചു കൊടുക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യ കലകൾ എണ്ണത്തിലായാലും അല്ലാതെ ഭാരതത്തിലെ 64 കലകളെയും ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊടുക്കുന്നത്. 2 രാത്രിയും 2 പകലുമായി കേരളത്തിലെയും കേരളത്തിന് പുറത്തുനിന്നുമൊക്കെയുള്ള 600-ലേറെ കലാകാരും SP ആർട്ട് ഗാലറിയിൽ വന്നു പോകാറുണ്ടായിരുന്നു പങ്കെടുക്കാൻ. അപ്പൊ ഇതിന്റെ എല്ലാം തെളിവുകൾ നമ്മൾ ഹാജരാക്കിയാലും അതേപ്പറ്റി അറിവ് ബോധമില്ലാത്ത വക്താക്കൾ അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അറിവെല്ലാവർക്കും ഉണ്ട്, അത് പോരാ. ഒരു കാര്യം അയാളിൽ അറിവാണെന്നുള്ള ബോധം അയാൾക്കുണ്ടായാൽ മാത്രമേ അത് അയാളിൽ ഉറയ്ക്കൂ. അപ്പോൾ മറ്റു രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളൊന്നും സാധിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടേതായ ഒരു വഴി കണ്ടെത്തുക എന്ന ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഗാലറിയുമായി ബന്ധപ്പെടാമെന്ന ഷിക്കുവാണ് ഈ വെബ്സൈറ്റിന്റെ കാര്യവുമായി രംഗത്ത് വരുന്നതും അതിന്റെ ശ്രീജേഷിനെയൊക്കെ നേഷ്ണൽ കമ്മ്യൂണിക്കേഷൻ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇവിടെ എല്ലാവരും നമ്മൾ ഇങ്ങനെ പറയുന്നെങ്കിലും ഇത് ശരിക്കും ഒരു കുറ്റം പറയുകയല്ല.
കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ആചാര്യന്മാർ ഈ കാലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നീജ മഹത്വം ഗത സുഹൃതി ഗതായു നീജ ചിരായു എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് നീലനാണ് മഹത്വം കൽപ്പിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ അല്പായുസുകളായി പോകും, അല്ലെങ്കിൽ അവരെ മറ്റുള്ളവർ സംഘം ചേർന്ന് ഇല്ലായ്മ ചെയ്യും. നീചന്മാർ ദീർഘായുസോടെ ജീവിച്ചിരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്തായാലും നമ്മുടേതായ വഴിക്ക് നീങ്ങുക, നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ അത് ശരിയെന്ന് ബോധ്യം വന്ന് അത് പല പ്രാവശ്യം പരിശോധിച്ച് ശരിയെന്ന് ബോധ്യം വന്നപ്പോൾ അതിന്റെ ഫലവും ഇന്നതാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ ഫലത്തെ കാലദേശ ഭേദങ്ങൾക്കും ഭാഷയ്ക്കുമൊക്കെ അതീതമായി അതിനെ പുറത്തു കൊണ്ടുവരിക എന്നൊരു ശക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ വെബ്സൈറ്റിന്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചതും ഇന്നിവിടെ ഇതിനു വേണ്ടി നമ്മൾ എന്തായാലും ഇത്ര ആള് കുറഞ്ഞു എന്നുള്ളതല്ല ഇതിന്റെ ഒരു പ്രശ്നമേ. എന്തിനും അതിൻ്റെതായ സംസ്കാരമുള്ളവരെ വന്നിട്ടും ഈ കോട്ടയത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ സാംസ്കാരികമായി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി ആൾക്കാരുള്ള സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോ നമ്മളൊരു ചാനൽ പ്രോഗ്രാം അല്ല ഒരു ഗാനമേള നടത്തിയാൽ ഇതിലൊരു 99 പേരും അതിന്റെ പുറകെയായിരിക്കും പോകുന്നത്. പക്ഷെ ഇവരെയും പറയുന്ന സാംസ്കാരിക നായകന്മാരാണ്. ശരിക്കും നമ്മൾ അതിനൊന്നും തയ്യാറല്ല. അതുകൊണ്ട് ഈ വെബ്സൈറ്റ് തുടങ്ങി ആളെ കൂട്ടുക എന്ന യാതൊരു ഉദ്ദേശവുമില്ല. എന്തിനാണ് ആളെ കൂട്ടുന്നത്? എണ്ണം നോക്കിയല്ലോ എന്തിനേയും തരംതിരിക്കുന്നത്. ഇപ്പൊ പനിനീർ പൂക്കളിൽ 2 or 3 തേനീച്ചകളെ വന്നിട്ടു, പക്ഷെ അമേദ്യത്തെ ഈച്ച പൊതിയും. ഇന്നത്തെ ചാനലുകളുടെയും മറ്റ് മാധ്യമങ്ങളുടെയും രീതികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആള് വാങ്ങുന്നത് അല്ലെങ്കിൽ ആൾക്കാർ കാണുന്നത് അതാണ് ഏറ്റവും നല്ലതെന്ന് അല്ല. അതുകൊണ്ട് നമുക്ക് പനിനീർ പൂക്കളും അതിൽ വന്നെത്തുന്ന തേനീച്ചകളെയുമാണ് ആവശ്യം. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചപ്പാട് മറ്റ് കുറഞ്ഞ രീതികളിലേക്കൊന്നും ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ ഞങ്ങളുടെ മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് 64 കലകളിലെ നയജ്ഞാനവും ഗൂഢജ്ഞാനവും ഉൾപ്പെട്ടിട്ടുള്ള മാധ്യമധർമ്മമാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാം ഉണ്ടായിരുന്നു. പത്രക്കാർക്കും മറ്റു മാധ്യമങ്ങൾക്കും എല്ലാം ഈ തിരിച്ചറിവ് ഉണ്ടായിരുന്നു. അവരെല്ലാം മറ്റു പല ലാഭങ്ങളിലേക്കും പോകേണ്ടത് കൊണ്ട് അവരുടെ ചിന്തകളും വഴിമാറി പ്രകൃതിയുമായി അകലാൻ തുടങ്ങി. നയജ്ഞാനവും ഗൂഢജ്ഞാനവും എല്ലാം പ്രകൃതിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. പ്രകൃതിയുടെ സാർവലൗകിക സ്വഭാവവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഇതെല്ലാം കലകളായിരിക്കെ അതിനെ നമ്മൾ വെറുതെ കളഞ്ഞിട്ട് പോകുക എന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ കായിക കലയുമല്ല. ഇപ്പം ഇന്ന് ആദ്യമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ വളരെയധികം പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർ നാടൻ പന്ത് കളിയുടെ വക്താക്കളാണ്. ഒരു കാലത്ത് ഞങ്ങളൊക്കെ കളിച്ചു വന്നതാണ്. പക്ഷേ അതിനുകൊണ്ട് കായിക കലയെന്ന് പറഞ്ഞാലും നാടൻ പന്തുകളിൽ ശരിക്കും കലയുണ്ട്. വിശേഷ ബുദ്ധി, യുക്തി, തന്ത്രം ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റൊന്ന് കളർ കളിച്ച് ഒരു പന്ത് പുറത്ത് പോയാൽ എണ്ണം കിട്ടുന്നത് നാടൻ പന്തുകളിക്ക് മാത്രമേ ഉള്ളൂ. ഫുട്ബോളിന് പോലും കളർ കഴിഞ്ഞ് പൊട്ടി കഴിച്ചാൽ അത് ഫൗളാണ്. അപ്പൊ ആ ഒരു പ്രത്യേകത ഇതിനുണ്ട്. അപ്പം ഒരു പേജ് ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ ഇത്തരം കായിക കലകളിൽപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ആർക്കും ഞങ്ങളുടെ വെബ്സൈറ്റുമായി സഹകരിക്കാം. സ്ക്രിപ്റ്റോ അല്ലാത്തതോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഇതിനെല്ലാം ഞങ്ങളുടേതായ ഒരു പരിശോധന ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ കലാജ്യോതിഷം പോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാനൊരു കവിതയാണ് ഒരാളുടെ കിട്ടുന്നതെങ്കിൽ ആളിനെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ആ കവിതയിലൂടെ അറിയാൻ പറ്റും ആ ആളുടെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണെന്നൊക്കെ. അതുപോലെ ചിത്രങ്ങൾ എന്തായാലും ശരി ഒരു പട്ടണത്തിൽ കിട്ടിയാലും മതി. അപ്പം ആ രീതിയിൽ നമ്മളേതായ ഇതിന്റെ സൂക്ഷ്മതയിലേക്ക് തന്നെ പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ സൂക്ഷ്മതയിലേക്ക് വരുവാൻ തക്ക സാംസ്കാരിക ബോധം ഉള്ളവർക്ക് SP ആഫ്രിക്കാതയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാം. അതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുന്നതല്ല. പ്രകൃതിയുടെ ആ സാർവലൗകിക സ്വഭാവത്തിലൂടെ തന്നെയാണ് ഗാലറി പോകുന്നത്. അത് ഇതിനകത്തെ ആധ്യാത്മികതയും അത് തന്നെയാണ്. കാരണം ആത്മാവിന് ജാതിയും മതവും ഭാഷയൊന്നുമില്ല. അപ്പൊ അത് പിന്നെ
ജീവിത മര്യാദ പാലിക്കുക എന്നുള്ളതുണ്ട്. ഒരാൾ ജീവിച്ചു പോകേണ്ടത് ഇന്ന രീതിയിലായിരിക്കണം എന്ന് പ്രകൃതിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ ആള് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ട് ഇതിനെ പറ്റി കൂടുതൽ വിശദീകരിക്കുന്നതിലും വലിയ കാര്യമില്ല. അതുകൊണ്ട് വെബ്സൈറ്റിൻ്റെ പരിധി എല്ലാവർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്താങ്ങുകയാണ്. നന്ദി, നമസ്കാരം. താരങ്ങളെ പരിഭാഷകൾ നൽകി ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. അതിനായി കേരള നേറ്റീവ് ബോർഡ് അസോസിയേഷൻ പാറമ്പുഴ നേറ്റീവ് ബോർഡ് യൂണിറ്റും സംയുക്തമായി ഈ വർഷം പാറമ്പുഴയിൽ വെച്ച് നടത്തിയ നേറ്റീവ് ബോർഡ് മത്സരത്തിന്റെ ഫൈനലിൽ റണ്ണറപ്പായ ടീമിനെ ആദരിക്കുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ടൂർണമെന്റിലെ ഏറ്റവും നല്ല കളിക്കാരനായി തെരഞ്ഞെടുത്തത് പാറമ്പുഴ ടീമിന്റെ വൈസിനെയാണ്. അദ്ദേഹം ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. ആദ്യം ശ്രീമാൻ വൈസിനെ പാരിതോഷികം നൽകി അനുമോദിക്കുകയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കഴിഞ്ഞ തലമുറയുടെ നാടൻ പന്തുകളിയിലെ വക്താവും ഈ ആധുനിക നാടൻ പന്തുകളിയിലെ പ്രഗത്ഭനുമായ ശ്രീ ബാബു അവരുടെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അദ്ദേഹം 30 വർഷത്തോളമായി നാടൻ പന്തുകളി രംഗത്ത് വളരെ ജ്വലിച്ചു നിൽക്കുന്ന ആളാണ്. കളിയുടെ എല്ലാ സംഘടനകളെയും പറ്റി ഇത്രയേറെ നിശ്ചയമുള്ള ഒരാളെന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ തന്നെ 3-4 പേരെ കാണത്തുള്ളൂ. അത് ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനായതുകൊണ്ടായിരിക്കാം പുറത്തെങ്ങും വളരെ അറിയപ്പെടാതെ പോകുന്നതെന്നും കൂടി ഞാൻ ചിന്തിച്ചു പോകുന്നു. കാരണം ഞാൻ കളിക്കാൻ തുടങ്ങിയ സമയത്ത് ഇദ്ദേഹം രംഗത്തുള്ള ആളായിരുന്നു. ശ്രീ ബാബുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ചമ്പക്കര ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായ ശ്രീ ഗോപൻ ചമ്പക്കര. അദ്ദേഹം നമ്മുടെ വേദിയിൽ ഇരിപ്പുണ്ട്. അതായത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിന് യാതൊരുവിധ ശല്യവും ചെയ്യാത്ത ഒരു ബഹുമാന്യ വ്യക്തി എന്ന് വേണം പറയാൻ. കളിയിൽ ഒരു ചെറിയ പിഴവ് വന്നാൽ പോലും ആരുടെ അടുത്ത് ചൂടാകുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതി കളിക്കാർക്ക് ഇഷ്ടപ്പെടാത്ത രീതി സംസാരിക്കുക പോലും കാണുന്നില്ല. ഇതൊക്കെ കളിയിലെ യോഗ്യതകളിൽ പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് ഷാജി ചമ്പക്കര. ശ്രീ ഷാജി ചമ്പക്കര ഏതാണ്ട് 20 വർഷത്തിന് മുകളിലായി നാടൻ പന്തുകളി രംഗത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും ആദ്യം എങ്ങനെ തുടങ്ങിയോ അതേപോലെ തന്നെ ശക്തനായി ഇപ്പോഴും കളിക്കളത്തിൽ നിൽക്കുന്നു. കേരളത്തിലെ പ്രശസ്തരായ ടീമുകൾക്കെതിരെ പോലും 15-ൽ കുറയാത്ത രീതിയിൽ കൈവെട്ടുകൊണ്ട് എണ്ണങ്ങൾ നേടുന്ന ഒരു നല്ല കളിക്കാരൻ കൂടിയാണ് ഷാജി. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ശ്രീ ടോം ചെമ്പക്കര. കാൽപന്ത് കളിയിലെ തട്ട് എന്ന് പറയുന്ന ആ ഒരു സങ്കേതത്തിന്റെ ശക്തനായ വക്താവാണ്. ഏത് കളത്തിലും ഏത് ടീമിനെയും ഭയപ്പെടുത്തുവാൻ തക്ക ശേഷിയുള്ള തട്ട് എന്ന് പറയുന്ന കാൽപന്ത് കളിയുടെ ഒരു നല്ല വക്താവ്. അതിൽ കലയുടെ അംശവുമുണ്ട്. ഞാൻ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. ഒരു പന്ത് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് തട്ടുകാരെന്നുള്ളതാണ്. അത് ശരിയാണ്. പക്ഷെ അതല്ല അതിന്റെ ഉദ്ദേശം. ആ തട്ടുന്നതിലൂടെ ഉദ്ദേശത്തെ അറിയാൻ കഴിയണം. എങ്കിലേ അതിനകത്ത് കലാംശം വരത്തുള്ളൂ. അതുപോലെ തന്നെ പൊക്കിവിട്ട് എത്ര വലിയ കളിക്കളത്തിന് മുകളിലൂടെയും പന്ത് പൊക്കിവിട്ടി കളിക്കാം. ഇപ്പൊ ഒരു 10-15 കുറയാത്ത രീതിയിൽ കളികൾ ഞാൻ ഇവരുടെ എല്ലാം കാണുന്നുണ്ട്. ടോം ഇനിയും ആ രീതിയിൽ തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്നു. ടോമിന് അരവിന്ദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അരവിന്ദ് പിടുത്തക്കാരനാണ്. ഏത് ടീമിന്റെ കൈവെട്ടുകാരുടെ കൊണ്ടും പിടിച്ചെടുക്കുന്ന അരവിന്ദിന് പെട്ടെന്ന് വെട്ടുകാരുടെ മുമ്പിലേക്ക് ചാടി കയറുവാനും അതുപോലെ ചാടി നീങ്ങുവാനും ഒക്കെ ഉള്ള കഴിവുകളുള്ളതാണ്. അത് കളിയിലെ തന്ത്രങ്ങളാണ്. അരവിന്ദിനെയും വേദിയിലേക്ക് ക്ഷണിക്കും. പാരിതോഷികം ചെയ്യും. ടീമിലെ ഏതാനും ഒന്നത്തോന് കഴിഞ്ഞിട്ടില്ല. അടുത്തത് അഭിലാഷായിരുന്നു. അഭിലാഷിനുള്ള പാരിതോഷികം അഭിലാഷിന്റെ പാരിതോഷികം ഇവിടെ മറ്റാരെങ്കിലും വന്ന് കൈത്തട്ടിക്കൊള്ളണം. അതുപോലെ തന്നെ ജിബിനും വന്നെത്തിയിട്ടില്ല. ജോബി വന്നെത്തിയിട്ടില്ല. റോബിൻ ഇടക്കളത്തിലെ പിടുത്തവും അതിൽ നിന്ന് നിർണായക ഘട്ടങ്ങളിൽ പന്ത് തട്ടി കളത്തിലിട്ട് കഴിയുന്നിടത്തോളം എണ്ണം കൊടുക്കാതിരിക്കുക എന്ന ആ ഉദ്ദേശത്തോടുകൂടി കളിക്കളത്തിൽ ഇറങ്ങുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഉള്ള പാരിതോഷികം. ബോബിൻ വന്നില്ല. ബോബിനുള്ള പാരിതോഷികം ക്യാപ്റ്റൻ കൈകാര്യം. അനുമോദനം കഴിഞ്ഞു. വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി കോട്ടയം മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ വേദിയിലെയും സദസ്സിലെയും ബഹുമാനിയെ SP ആർട്ട് ഗാലറിയുടെ 25ാം വയസ്സിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. വളരെയധികം അഭിമാനത്തോടുകൂടി ഞാൻ ഈ വേദി പങ്കിടുന്നു. കോട്ടയം നഗരസഭയുടെ 34ാം വാർഡ് നാട്ടകം പ്രദേശത്ത് SP ആർട്ട് ഗാലറി ഇന്ന് പ്രശസ്തി ആർജിച്ചു വരികയാണ്. എല്ലായിടങ്ങളിലും വാർഷികം ആഘോഷിക്കുമ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ആഘോഷിക്കുന്നു. എന്നാൽ നമ്മുടെ SP ആർട്ട് ഗാലറിയുടെ വാർഷികം ആഘോഷിക്കുമ്പോൾ ശാന്തമായ രീതിയിൽ, ലളിതമായ രീതിയിലാണ് ഇന്ന് നമ്മുടെ ഇവിടെ വാർഷികം ആഘോഷിക്കുന്നത്.
ഈ ഗാലറി കുടുംബവുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ഞങ്ങൾക്ക് തന്നെയുണ്ട്. എൻ്റെ കുടുംബവും സത്യൻ ചേട്ടൻ്റെ ഒക്കെ കുടുംബവുമായിട്ട് നല്ലൊരു ബന്ധം. എനിക്ക് വ്യക്തിപരമായിട്ടൊരു 10-26 വർഷത്തെ ഒരു ബന്ധമാണുള്ളത്. ഞാൻ നാട്ടൻ പ്രദേശത്തേക്ക് വന്നപ്പോൾ മുതൽ സത്യൻ ചേട്ടൻ്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയധികം പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണെന്ന് അധികം താമസിയാതെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓരോ കാര്യങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ആലോചിച്ചും നല്ല ഒരു ഈശ്വര ഭക്തിയോടുകൂടിയാണ് ഓരോ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് പോകുന്നത്. ഇന്ന് പലരും കലയിലായാലും കായികപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ മക്കളെയും അല്ലാതെ തന്നെ പഠിപ്പിക്കാനും ഒക്കെ അയക്കുമ്പോൾ വളരെയധികം ഫീസുകളൊക്കെ ഈടാക്കിക്കൊണ്ടാണ് ഇന്ന് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്ന് അവിടെ വന്ന് പോകുന്ന കുഞ്ഞുങ്ങളും അധികം ഫീസൊന്നും ഈടാക്കാതെ ചെറിയ വരുമാന മാർഗം മാത്രമായി കണ്ടുകൊണ്ടാണ് ഇന്നവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഈ ചെറിയ ഒരു ഫീസ് വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന്. എന്നാലും ആരെയും പിടിച്ചു പറിക്കാതെ ഒരു ശാന്തമായ രീതിയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ SP ആർട്ട് ഗാലറിക്ക് നഗരസഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും പാർട്ടിയുടെ പേരിലും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പറയുന്നത് www.strgallery.org. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഗാലറിയുടെ രക്ഷാധികാരി ശ്രീ സലിമാൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, SP ആർട്ട് ഗാലറിയുടെ 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. 1998 മുതൽ എനിക്ക് ഗാലറിയുമായും ഇതിന്റെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞു എന്ന് ഈ അവസരത്തിൽ ഞാൻ വളരെ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. ഗാലറിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപ്രവർത്തനങ്ങളും കലാപരമായ പരിശീലനങ്ങളും വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഞങ്ങളുടെ ഗുരുവും ഗാലറിയുടെ സ്ഥാപകനുമായ
ശ്രീ സത്യൻ മാഷ് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ഭാരതത്തിലെ 64 കലകളെക്കുറിച്ചും അതിന്റെ മൂല്യങ്ങളെക്കുറിച്ചും വളരെ ആധ്യാത്മികമായും ഭൗതികവുമായ തലങ്ങളിലൂടെ സഞ്ചരിച്ച് അന്വേഷിച്ച് കണ്ടെടുത്തിയ പല കാര്യങ്ങളും ഞങ്ങളിലേക്ക് പകർന്നു തരികയും അവ ഞങ്ങൾ പരീക്ഷിച്ച് ശരിയെന്ന് ബോധ്യപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി ഗാലറിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്നവർക്കും ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവർക്കും ലോകമെമ്പാടുമുള്ളവർക്ക് ഇതിന്റെ മൂല്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും സത്യാന്വേഷികൾക്ക് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഭാരത്. ബഹുമാനപ്പെട്ട അധ്യക്ഷരായിരിക്കും ബഹുമാന്യ സദസ്സിനും നമസ്കാരം. ഇവിടെ ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം സമ്മേളന വേദി ധന്യമാക്കി തീർത്ത ഈശ്വര പ്രാർത്ഥന ചൊല്ലി നമ്മളെല്ലാം ധന്യമാക്കി തീർത്ത വിദ്യാർത്ഥി പ്രതിനിധികളായ കുമാരി ലക്ഷ്മി സലിമോനും ഗായത്രി വി മോഹനും യാത്രകാരയുടെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച സലിമോൻ സാറിന് അദ്ദേഹം ഗായത്രിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് വളരെ സത്യസന്ധവും ആത്മാർത്ഥവുമായ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ വളരെ ഏറെ പ്രവർത്തന മികവുകൊണ്ട് മേലുദ്യോഗസ്ഥരടക്കമുള്ളവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി ഔദ്യോഗിക ജീവിതം പരിപൂർണ വിജയമാക്കി തീർത്ത അദ്ദേഹത്തിന് ഇവിടെ നമ്മുടെ രക്ഷാധികാരി കൂടിയാണ്. അദ്ദേഹത്തിന് ഇവിടെ വന്ന അധ്യക്ഷ പദവി അലങ്കരിച്ച് നമ്മുടെ ഈ വെബ്സൈറ്റ് ഉദ്ഘാടന സമ്മേളന വേദി വിജയകരമാക്കാൻ സഹായിച്ചതിന് ക്രിസ്ത്യാർത്ഥികളുടെ പേരിലും ഉള്ള എല്ലാ സജ്ജനങ്ങളുടെ പേരിലുമുള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തായി നമ്മുടെ ഈ വെബ്സൈറ്റ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ 34-ാം വാർഡ് മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി സൂസൻ കുഞ്ഞുമാൻ അവർ തന്റെ പൊതുജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായി നിറവേറ്റിപ്പോരുന്ന മഹനീയ വ്യക്തിത്വത്തിനോടാണ് നമ്മുടെ ഈ വെബ്സൈറ്റ് ഉദ്ഘാടന വേദിയിൽ വന്ന് നമ്മുടെ ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു തന്ന ശ്രീമതി സൂസൻ കുഞ്ഞുമന് യാത്രകാരുടെ പേരിലും എല്ലാ സജ്ജനങ്ങളുടെ പേരിലുമുള്ള കൃതജ്ഞതയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തായി ജയ്മാൻ കരിമള അയ്മന ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ നമുക്കൊരു ആശംസ നേടാൻ ഇവിടെ വന്ന് നമ്മളെ അനുകരിച്ച ശ്രീ ജയ്മാൻ കരിമളത്തിനും ഗാലറിയുടെ പേരിലും എല്ലാ സജ്ജനങ്ങളുടെയും പേരിലുമുള്ള കൃതജ്ഞത രേഖപ്പെട്ടിട്ടുണ്ട്. അടുത്തായി ശ്രീ ഗോപൻ ചമ്പക്കര നേറ്റീവ് ബോൾ അസോസിയേഷൻ പ്രസിഡന്റും ചമ്പക്കര ടീം ക്യാപ്റ്റൻ കൂടിയായ ശ്രീ ഗോപൻ ചമ്പക്കരയ്ക്ക് ക്രിസ്ത്യാർത്ഥികളുടെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊടുത്തു. അടുത്തായി നമ്മുടെ വിനേഷ് കുമാർ സാർ നമ്മുടെ നേറ്റീവ് ബോൾ അസോസിയേഷൻ
നാടൻ പന്തുകളി കലാകാരന്മാർക്ക് പാരിതോഷികങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ തീരുമാനിക്കുക. അത് ഗണേഷ് കുമാർ സാർ അവർക്കത് നൽകി ആദരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇവിടെ വന്ന് സഹകരിച്ചതിനും അദ്ദേഹത്തിനും എത്തിയാട്ടുകാരുടെ ഇടയിലുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളും. അടുത്തായി ഇവിടെ വന്നുകൂടിയിട്ടുള്ള നിങ്ങളെ ഏവരെയും നിങ്ങളുടെ എസ്പിയാട്ടുകാരുടെയും എല്ലാ സജ്ജനങ്ങളുടെയും പേരിൽ ഉള്ള കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ നിന്ന് വിരമിക്കുന്നു. നമസ്കാരം.